റോഡിന് നടുവിൽ ആന ഗൈസ്, വീണ്ടും ആന. എന്റെ ദൈവമേ, ഇത് ഇങ്ങോട്ടുള്ള വരുന്നേ. തിരിക്കാനോ? തിരിച്ച് നമുക്ക് നേരെ പോകേണ്ടത്. എങ്ങനെ എന്ത് ചെയ്യാനാ? അവൻ ഇങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുകയാണേ. ഒരു ട്രക്ക് വന്ന് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. എന്റെ ദൈവം, ആ ആനനെ പേടിപ്പിക്കുന്ന കേട്ടോ. അവൻ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മനസ്സിലായോ? അവൻ നമ്മളെ രക്ഷിക്കുക കേട്ടോ, ആ ട്രക്കാരനെ. ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ എണീറ്റ് നമ്മളിവിടെ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ ബീച്ച് അവിടെ കരയടിക്കുന്ന സൗണ്ട് കേട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പത്തിൽ നമ്മൾ തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടിയപ്പത്തിൽ ഇവർ തേങ്ങ ഇടില്ല. ഇത് ശരിക്കും ഇതെന്ന് പറയുന്നത് ഒരു 5 ഇടിയപ്പമാണ്. കണ്ടല്ലേ, ഇത് 5 ഇടിയപ്പമുണ്ട് ഇത്രയും സാധനം എന്ന് പറയുന്നത്. ഒരാൾ ബേസിക്കലി ഇവിടുത്തെ ഒരാളെന്ന് പറയുന്നത് 5 or 10 ഒക്കെ കഴിക്കും. ഇടിയപ്പം, പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഒരു എരിവുള്ളൊരു ചട്നി, പിന്നെ കോക്കനട്ട് സാമ്പൽ, പരിപ്പ് കറി, മീൻ കറി. ഇതാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കടലിൽ കുളിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് സൈർബായിക്ക് ഇന്ന് കടലിൽ കുളിക്കണം എന്നാണ് പറയുന്നത്. നല്ലൊരു സ്ഥലം കേട്ടോ, അടിപൊളി ഒരു സ്ഥലം. ഇത് കണ്ടില്ലേ, ഇത് ഒരു ടൈപ്പ് കണ്ടൽ പോലത്തെ ഒരു സാധനമാണ്. ഇത് നമുക്ക് ഈ കടൽ തീരങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൽ ശരിക്കും നമ്മുടെ കൈതച്ചക്ക പോലെ ഒരു സാധനം ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് നോക്കി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കൈതച്ചക്ക പോലെയൊക്കെ തോന്നുന്നില്ലേ? ഇതിങ്ങനെ പഴുത്തിട്ട് ഇതിങ്ങനെ താഴെ വീണ് നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതിൻ്റെ പേരിനി കടൽ കൈതച്ചക്ക എന്നോ കടൽ പൈനാപ്പിളോ അങ്ങനെ വല്ലതും ആണോന്ന് എനിക്കറിയത്തില്ല. ഇത് ഭയങ്കര ശരിക്കും അതെ, മറ്റേ കണ്ടില്ലേ, മറ്റേ പൈനാപ്പിളിൻ്റെ മുള്ള് പോലെ തന്നെ ഉള്ള ഇലയാണ്. പിന്നെ ഇതും ശരിക്കും പൈനാപ്പിൾ പോലെ തന്നെ ഇരിക്കുന്നു. ഒരു പ്രത്യേക ടെക്സ്ചറിലുള്ള ഒരു സാധനം. ഇത് എഡിബിൾ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. എഡിബിൾ ആവാൻ സാധ്യതയില്ല. എഡിബിൾ ആണെങ്കിൽ ആൾക്കാരെടുത്ത് കഴിക്കുമല്ലോ. ശരിക്കും വലിയ മരമാട്ടോ, ചെടിയല്ല, വലിയ മരമാണിത്. ആ സ്കൈയുടെ കളർ നോക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ശ്രീലങ്കയുടെ ഏറ്റവും താഴെയാണ്. മാപ്പിൽ നോക്കുമ്പോഴത്തേക്കും ശ്രീലങ്കയുടെ ഏറ്റവും താഴെയായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം. നമ്മൾ സൈർബായി തുണിയെല്ലാം ഊരിയിട്ട് ബീച്ചിൽ ചാടി. ഓ മൈ ഗോഡ്, നല്ല തിരയാട്ടോ. നല്ല തിര എന്ന് പറഞ്ഞാൽ അതിശക്തമായ തിരയാണ്. അതായത് ഭയങ്കര റിമോട്ടായിട്ടുള്ള സ്ഥലമാണ് കേട്ടില്ലേ. അതായത് ഒരൊറ്റ മനുഷ്യനില്ല ഇവിടെ, അത്രയ്ക്ക് റിമോട്ടാണ്. അങ്ങോട്ട് നോക്കിയാലും ആരും ഇല്ല. വേണ്ട പാറ കഷ്ണങ്ങൾ പോലത്തെ സംഭവങ്ങൾ, ചെറിയ മലകളൊക്കെ പോലെ അത്തരത്തിലുള്ള ഒരു സ്ഥലം. പിന്നെ കടൽ തീരത്ത് മൊത്തം ഈ കൈരച്ചക്കയുണ്ട്. ഭയങ്കര ഡേഞ്ചർ അല്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ശക്തിക്കാ തിര വരുന്നേ, ഉള്ളിലേക്ക് വലിക്കുന്നുണ്ടല്ലേ. അതാണ് അതിങ്ങനെ അത് നമുക്ക് ആ കടൽ കാണുമ്പോഴേ അറിയാമല്ലോ അത് ഭയങ്കര ശക്തമായിട്ടുള്ളൊരു സ്ഥലമാണെന്നുള്ളത്. ഇന്നത്തെ കുളി കഴിഞ്ഞു. ഇന്നലെ കണ്ടായിരുന്നു ഇവനെ. ഇതാടോ, ഇവനാണെന്ന് തോന്നുന്നു ഈ ഭാഗത്തെ ഗാർഡിയൻ. സുഖാണോ? സുഖാണോടാ? നീ ആണോടാ ഇവിടുത്തെ ആള്? ആണോ? ശരിക്കും ഇതൊരു പ്രൈവറ്റ് ബീച്ച് പോലെ എന്ന് തന്നെ പറയാം. കാരണം വേറെ ആരും വരാനില്ലല്ലോ. നമ്മൾ താമസിച്ച സ്ഥലത്തേക്കുള്ള ഒരു എൻട്രൻസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ താമസിച്ച നമ്മുടെ പൂൾ വില്ല, നമ്മൾ പൂൾ വില്ല അല്ലല്ലോ, എന്തായിരുന്നു, ബീച്ച് വില്ല അല്ലേ? ബീച്ച് വില്ല. അപ്പോൾ കടലിരമ്പുന്ന സൗണ്ട് എങ്ങനെ കേൾക്കാം. അടിപൊളിയായിരുന്നു ഗൈസ്. ബൈ സൈർ ബൈ. ഒരു പ്രശ്നമുണ്ട്, എനിക്ക് നാളെ ഇടാൻ തുണിയില്ല. വാഷ് ചെയ്യണം, ലോണ്ട്രി ചെയ്യണം. ലോണ്ട്രി അല്ല, ഇത്രയും ദിവസമായിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മനസ്സിലായില്ലേ, മാർക്കറ്റിലോ. ഇനി എന്താ എടുക്കാനുള്ളത്? എന്താ നടക്കട്ടെ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ. ഞങ്ങൾ റിസോർട്ട് തുറന്നെടുത്ത് ഞങ്ങൾ വന്ന് താമസിച്ചതാണ് ഇവിടെ. അടിപൊളിയായിരുന്നു. ഇന്ന് ഞാൻ ചെരുപ്പായിട്ടിരിക്കുന്നത്. ഇന്ന് നമ്മളിനി ഇനി അങ്ങോട്ട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ള യാത്രയാണ്. ഇവിടെ നിന്ന് ഈ സാറിനെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കിനും കൊളംബോയിൽ കൊണ്ട് പാക്ക് ചെയ്യണം. പുള്ളി ചൈനയ്ക്ക് പോവാണ്. അപ്പോൾ പുള്ളിനെ കൊളംബോയിൽ കൊണ്ട് വിടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി എക്സ്പ്ലോറിങ്. ഇവിടെ ആരും ഇല്ലേ? ഇവന്മാർ ഭയങ്കര മടിയന്മാരായിരുന്നു കേട്ടോ, ഭയങ്കര ഉഴപ്പന്മാരായിരുന്നു. ഹലോ എക്സ്ക്യൂസ് മീ, നോ വൺ. ആരും ഇല്ലെന്ന് തോന്നുന്നു. പൈസ ഒന്നും കൊടുക്കാൻ നമുക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഇവിടെ ഒരുത്തരം കാണുന്നില്ല. ഹോളിയിട്ട് വിളിക്കുന്നത്. അയ്യോ എന്ന് പറയട്ടെ. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് സ്പേസ് പോലത്തെ ഒരു സ്ഥലമാണ്, മനസ്സിലായില്ലേ? അതായത് മൊത്തം ഇങ്ങനെ മതിലൊക്കെ കെട്ടി അടച്ച് ബന്ദോബസ്താക്കി ഫുൾ പ്രൈവസിയോടുകൂടി കൊടുക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ലക്ഷറി പൂൾ വില്ല എന്നൊക്കെയാണ് പേര്. മോശമില്ലാത്ത ഒരു ലക്ഷറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഉഴപ്പാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് പൂട്ടിക്കിടന്ന റിസോർട്ട് തുറന്ന് നമ്മൾ എടുത്ത് കയറ്റിയപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നായിരിക്കും തോന്നുന്നത്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇവിടുത്തെ ബീച്ച് സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മിരീസ, മാത്തര്,
മത്താര ഇംഗ്ലീഷ് എഴുതുന്നത്, പക്ഷെ ഇവർ പറയുമ്പോൾ മാത്തർ എന്നൊക്കെയാണ് പറയുന്നത്. മാത്തർ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ആയിരിക്കും നമ്മളിന്ന് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ് us see തീരദേശ പാതയിലൂടെ. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്ന സ്ഥലം ഹമ്പൻ തോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഹമ്പൻ തോട്ട. ഞങ്ങളിങ്ങനെ രണ്ട് വശത്തും പാടങ്ങൾ, നെൽപ്പാടങ്ങളാണ് സുഹൃത്തുക്കളെ. നെൽപ്പാടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ അതിന് നടുവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ, കടൽ തീരമാണെന്നുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് മറ്റേ നെൽകൃഷിയും പരിപാടികളാണ്. എല്ലായിടത്തും നെൽകൃഷിയാണ്. കടൽ തീരത്താണ് നെൽകൃഷി എന്നുള്ളത് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കാണുന്ന നെൽപ്പാടങ്ങളൊക്കെ ശരിക്കും കടൽ തീരത്താണ്. അതായത് അപ്പോൾ ഉപ്പുവെള്ളം കയറാത്ത വെള്ളം ഇവിടെ കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എൻ്റെ മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് കടലാണ്. കണ്ടില്ലേ, ഇത് കണ്ടോ, ഇത് കടലാണ്. കണ്ടില്ല ആ കാണുന്നത്, ഇത് കറുത്ത കളറിലാണെങ്കിലും ഡാർക്ക് മോഡാണ്. അപ്പോൾ ഈ കടൽ തീരത്ത് ഇത്രയും നെൽകൃഷിയും പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത് പറയുമ്പോഴത്തേക്കിനും ദാറ്റ്സ് സംതിങ്, എന്താ പറയുക, ഡിഫറെൻ്റ് അല്ലേ സൈർ ഭായ്? ആന ഉള്ള സ്ഥലമാണെന്നാണ് കേട്ടത്. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആനയെ കാണാൻ പറ്റുമോ? വീണ്ടും പറ്റുമോ അറിയില്ല. ഇവിടെ ഒരു ആന കാണുന്ന സ്ഥലം നമ്മൾ ശരിക്കും ആ യാല നാഷണൽ പാർക്കിൽ ലെപ്പാർഡ് സഫാരി പോകണമായിരുന്നു കേട്ടോ. നമ്മൾ മിസ് ചെയ്ത്. അത് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമായിരുന്നു. അതായത് ഇന്നലെ ആ ഒരു സഫാരിക്ക് പോകാനുള്ള ഒരു മൂഡില്ലായിരുന്നു. അതെ അതെ, ഞങ്ങൾക്ക് ആക്ച്വലി പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ നോക്കിയപ്പോഴത്തേക്കിനും ഒന്നാമത് ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്ക് നമ്മൾ ഈ ലെപ്പാടിനെയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാമല്ലോ. അല്ലേ, ലെപ്പാടല്ല, മറ്റേ പല സാധനങ്ങളെ കാണാമല്ലോ. എന്നാലും നമുക്കത് 30,000 രൂപ, 35,000 രൂപ. നാട്ടിലെ 10,000-ന് മേലെ ആവും ഒരാൾക്ക്. ഇവിടെ ഫോറിനേഴ്സിന് ചില സംഭവങ്ങൾ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ നമുക്ക് സാർക്ക് രാജ്യങ്ങളിലുള്ളവർക്ക് ഒരു ചെറിയ ഇളവുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഇന്ത്യ ഒക്കെ സാർക്ക് രാജ്യങ്ങളിലുള്ളതായതുകൊണ്ട് നമുക്ക് ആ ഒരു ഇളവ് നമുക്ക് നേടാം. പക്ഷേ നമ്മൾ പാസ്പോർട്ട് കാണിക്കണം. ഇവിടെ ആന ഇറങ്ങും. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നെൽകൃഷി നടക്കുന്ന പാടം. അതിൽ ആന കയറാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിരിക്കുന്നത് വേണ്ട. ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. കടലിന് സമീപത്ത് നെൽകൃഷി, അവിടെ ആന ഇറങ്ങും. നമ്മളിപ്പോൾ ഉള്ള ഒരു നാഷണൽ പാർക്കാണ്. നാഷണൽ പാർക്കിൻ്റെ സമീപത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാർ നോക്കി ഇരിക്കുന്നത് കണ്ടില്ലേ റോഡ് സൈഡിൽ. ഭയങ്കര ക്യൂട്ടാട്ടോ ഇതുങ്ങളെ കാണാനായിട്ട്. ഇതൊരു പ്രത്യേകതരം കാലാവസ്ഥയല്ലേ ഇതിവിടെ. നല്ല നെൽകൃഷി നടക്കുന്ന പാടങ്ങൾ, അതിൻ്റെ ചുറ്റിനും കുരങ്ങന്മാർ, ആന ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഫലമല്ല, ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണത്. കുരങ്ങൻ നെല്ല് ഇന്നത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവിടെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉള്ളത്. വീണ്ടും ആന സേർവേ ആന 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 എൻ്റെ അമ്മ ആന. റോഡിന് നടുവിൽ ആന ഗൈസ്, വീണ്ടും ആന. എൻ്റെ ദൈവമേ, തീർച്ചയായി ഈ ഒരു ചെറിയ രാജ്യത്ത് ഇത്രയധികം ആനകൾ അതും റോഡിലുണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റഡ് അല്ല കേട്ടോ. ഇത് അതവനവിടെ നിൽക്കും കേട്ടോ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ദൈവമേ, ഇങ്ങോട്ടാണല്ലോ വരുന്നേ. തിരിക്കാനോ? തിരിച്ച് നമുക്ക് നേരെ പോകേണ്ടത്. എന്ത് ചെയ്യാനാ? എനിക്കറിയില്ല. പുറകിലൊരു ഓട്ടോ വരുന്നുണ്ട്. നമുക്ക് നോക്കാം അവരെന്താ ചെയ്തത്. അവൻ പോണ നമുക്ക് പോവാന്നാ? എനിക്കറിയത്തില്ല എന്താ ചെയ്യാ. അവൻ ഇങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുകയാണ്. അവനിപ്പൊ അവിടെ നിന്ന് കേറിയതാ. പക്ഷെ അവനും നിർത്തിയല്ലോ. അവൻ തിരിച്ചു അല്ല, തിരിച്ചല്ല, അവൻ അങ്ങോട്ട് പോവാ. ഗുഡ് ടു ഗോ ബ്രദർ. ഓക്കെ ടു ഗോ. യു ഗോ, ഐ കം ബിഹൈൻഡ്. ഇതെന്താ ചെയ്യാ? അവൻ പോകുന്നില്ല. പുറകിലൊരു ലോറി വരുന്നുണ്ട്, ഒരു ട്രക്ക് വരുന്നുണ്ട്. രക്ഷപ്പെട്ട് ഇത് ഒരു ട്രക്ക് വന്ന് ആ ട്രക്കാരൻ എടുത്തോണ്ട് പോവാണെങ്കിൽ ഇല്ല, ട്രക്കാരൻ പൊക്കോളും. അവന് പ്രശ്നമില്ല, നമ്മുടെ ഓട്ടോ ട്രക്കല്ല. തിരിക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് തിരിച്ചു നേരല്ലേ പോകണ്ടേ? അവൻ അവിടെ പോയി ഒതുക്കുന്നുണ്ട്. അവനവിടെ വണ്ടി നോക്കുന്നുണ്ടോ അവന്മാര്? അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. അതായത് അവനെ മാറ്റാൻ, അവനെ അവിടെ നിന്ന് കണ്ടോ, ആ ട്രക്കാരൻ കണ്ടോ, ആ ആനേനെ അവിടെ നിന്ന് മാറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്റെ അമ്മോ, എന്റെ ദൈവം, ആ ആനനെ പേടിപ്പിക്കുന്ന കണ്ടോ. നോക്കി, ഇതൊക്കെയാണ് കണ്ടോ പ്രശ്നങ്ങൾ. കണ്ടോ, കഷ്ടമുണ്ട്. ആന പേടിച്ചു. ആനനെ അവൻ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മനസ്സിലായോ, അവൻ നമ്മളെ രക്ഷിക്കുകയാണേ. അവൻ നമ്മളെ രക്ഷിക്കുക കേട്ടോ, ആ ട്രക്കാരനെ. അവൻ നമ്മളെ സേഫ് ആക്കിയതാ. താങ്ക് യു. എന്റെ അമ്മോ,
രക്ഷപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാ പേടിച്ചേട്ടോ. ഇന്നലെ നമ്മളെ കണ്ട പോലെ താനെ അല്ല. നമ്മള് വണ്ടി ഇങ്ങനെ നടന്നു വരിക. ഇന്നലെ നമ്മള് കണ്ട പോലെ താനെ അല്ല. ആ ലോറിക്കാരൻ വന്ന് അവിടെ നിർത്തി ആ ആനനെ പുറത്താക്കി, അല്ല സൈഡ് റോഡിൽ നിന്ന് താഴേക്ക് ഇറക്കി നമ്മളെ കയറ്റി വിട്ട്. ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ അല്ലേ? എക്സ്പീരിയൻസ് പേടിയാണ്. അല്ല ഞാൻ പറഞ്ഞില്ല ഇത് ആനകളുള്ള സ്ഥലമാണ്. ശരി. ഇവിടെ എല്ലാം ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ശരിക്കും ഇത് നമ്മൾ വന്നത് കാട്ടിലൂടെ ഒന്നും അല്ല. നമ്മൾ ചെറിയൊരു എന്താ പറയുക, ഒരു നാഷണൽ പാർക്ക് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അത് കാടൊന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വീടുകളും നെൽകൃഷിയും ബാക്കിയുള്ള സംഭവങ്ങളും ഉള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ ആന ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ചോദിക്കുക എന്തായിരിക്കും എന്നുള്ളത്. അവർ ഈ പറഞ്ഞ പോലെ ആനേനെ പേടിച്ചായിരിക്കില്ലേ താമസിക്കുക. നമ്മളിപ്പോൾ ഒരു മെയിൻ റോഡിൽ വന്ന് കയറിയേ. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്ന ഈ ചതുപ്പ് സ്ഥലമൊക്കെ ശരിക്കും ഇവരുടെ ഒരു റിസർവ്, വൈൽഡ് ലൈഫ് റിസർവ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ള എന്തോ ഒരു റിസർവ് ഏരിയ ആണ്. ഈ ശരിക്കും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തീരസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടലുകളും പിന്നെ അങ്ങനത്തെ ചെടികളും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഈ ലാൻഡ് പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പല സ്ഥലത്തും സുനാമി ഇവാക്യുവേഷൻ റൂട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹമ്പൻതോത്ത ഔട്ടറിലെത്തിയേ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 300 കിലോമീറ്റർ താഴെ കണ്ടുണ്ട് കൊളംബോയിലേക്ക്. പക്ഷേ എക്സ്പ്രസ് ഹൈവേ ഉണ്ട് ഇവിടെ നിന്ന്. നമുക്ക് കയറാൻ പറ്റില്ല, കാരണം ഓട്ടോ എക്സ്പ്രസ് ഹൈവേ കയറാൻ പറ്റില്ലല്ലോ. എക്സ്പ്രസ് ഹൈവേയിലും ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റില്ല ഇവിടെ. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയ ഹൈവേ വന്നപ്പോഴത്തേക്കിനും ഓട്ടോറിക്ഷയും ബൈക്കും ഒന്നും അതിനകത്ത് കയറ്റാൻ പാടില്ല എന്നൊക്കെ റൂള് വന്നല്ലോ. ശരിക്കും ഒന്ന് നോക്കിയാൽ ശരിയാ, ഓട്ടോ പോകുന്നുണ്ട്. ഇത് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ വേണ്ട, കയറ്റത്തില്ല, അവിടെ പോലീസുകാരുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ ഓൾട്ടർനേറ്റ് റോഡില്ലല്ലോ. ഇവിടെ ഓൾട്ടർനേറ്റ് റോഡ് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലെ അത് മിക്കവാറും പോയെന്നൊക്കെ ഇരിക്കും. അടുത്ത ആഴ്ച എത്തിയാൽ പോരെ? വിമാനം പോസ്റ്റ്പോൺ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതാ നോക്കൂ, മുൻപിൽ എക്സ്പ്രസ് ഹൈവേ ആണോ? എക്സ്പ്രസ് ഹൈവേ ആണോ അത്? അല്ലേ, എന്താ സംഭവം? ഇത് സദേൺ എക്സ്പ്രസ് ഹൈവേ എൻട്രൻസ് 5 കിലോമീറ്റർ. അടിപൊളി. നമ്മളിപ്പോൾ ഉള്ള റോഡ് എക്സ്പ്രസ് ഹൈവേ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത് എക്സ്പ്രസ് ഹൈവേയിലേക്കുള്ള എൻട്രൻസിൻ്റെ ഭാഗമാണ്. അതായത് ഹമ്പൻതോട്ട എന്ന് പറഞ്ഞ ഒരു പോർട്ട് സിറ്റി ഇവിടെ ഉണ്ട്. ആ ഒരു പോർട്ട് സിറ്റിയിലേക്ക് അതിൻ്റെ ഒരു ബൈപ്പാസ് ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് വലിയൊരു സിറ്റിയാണ്. നമ്മളിപ്പോൾ സിറ്റിയിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് അത് ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ഇത് ഗൂഗിൾ മാപ്പ് പറയുന്നുണ്ട് ഇത് എക്സ്പ്രസ് ഹൈവേ അല്ല, ഇതിലൂടെ നമുക്ക് പോകാൻ മറ്റ് ഓട്ടോയും ബൈക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്തിട്ടാണ് ഈ വഴി പോകുന്നത്. ഇത് പോർട്ട് കണ്ടോ? പോർട്ട് കണ്ടോ? അതാണ് ഹമ്പൻതോട്ട പോർട്ട്. ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ എല്ലാം. ഭയങ്കര വലിയൊരു പോർട്ടാണ് ഇവിടെ. പക്ഷേ ഇവർക്ക് നല്ല അടി കിട്ടുന്ന വല്ലാർപാടാണെന്ന് പറയും. വിഴിഞ്ഞം വല്ലാർപാടത്തെക്കാട്ടിലുപരി വിഴിഞ്ഞം വന്നത് സത്യം പറഞ്ഞാൽ വല്ലാർപാടത്തിന് വരെ അടിയായിരിക്കുക. പക്ഷെ അത് നമ്മൾക്ക് ക്ഷീണാണ്. കാരണം മദർ ബസ്സിൽ വന്നിട്ട് കൊളംബോന്നാണെങ്കിൽ 1 ദിവസം 2 ദിവസം കൊണ്ട് നമുക്ക് സാധനം കിട്ടും. ഇവർ ഈ മദർ ബസ്സിൽ വിഴിഞ്ഞത്തിട്ടിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാ കയറ്റുന്നുള്ളൂ. അതിനുള്ള സൗകര്യം ആയിട്ടില്ല. വല്ലാർപാടത്തേക്കുള്ള ഡിലേ വരുന്നുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, വിഴിഞ്ഞം പോർട്ട് വന്നത് എനിക്ക് തോന്നുന്നു വല്ലാർപാടത്തിന് ഒരു അടിയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിഴിഞ്ഞം വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വേറെ ലെവലാണെങ്കിലും പോർട്ടിലേക്ക് പോലെയാണ് ഇതിനുള്ള റോഡില്ല, അത് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ വന്നോണ്ടിരിക്കുക. അത് വരണം എന്ന് പറഞ്ഞാല് ഇന്ത്യ മുഴുവൻ മിഡിൽ ഈസ്റ്റിലുള്ള സൗകര്യങ്ങൾ വേണം. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ എല്ലാം നല്ല റോഡ് വേണം. ഇവിടെ റെയിൽവേ പാത അടക്കം വിഴിഞ്ഞത്തുനിന്ന് ബോട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ ഇടുക, അങ്ങനെ ഉണ്ടാവും, പരിപാടിയൊക്കെ ഉണ്ടാവും. അല്ലാതെ വെറുതെ വലിയ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ആ ദൂരെ ആ പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വലിയ പോർട്ടാണ്. ഈ പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ശ്രീലങ്കയുടെ ഏറ്റവും താഴെ, നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുക, ശ്രീലങ്ക ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു തേങ്ങയുടെ ഷേപ്പിലിരിക്കുന്ന ഒരു രാജ്യമല്ലേ, അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം, അതായത് നമ്മൾ കന്യാകുമാരി എന്നൊക്കെ പറയുന്ന പോലെ ഈ ശ്രീലങ്കയുടെ ഏറ്റവും താഴ്ഭാഗം, അതിന് താഴേക്ക് വേറെ രാജ്യങ്ങളൊന്നും ഇല്ല. അതിന് താഴേക്ക് ഇന്ത്യൻ ഓഷ്യനാണ്. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ അന്റാർട്ടിക്കയിലെത്തും. അതേപോലത്തെ കടലാണ്. അപ്പോൾ അങ്ങനെ ശ്രീലങ്കയുടെ ഏറ്റവും താഴെയുള്ള ഒരു ഭാഗത്താണ് ഇവരുടെ ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്.
അതായത് രാമസേതു ഉള്ളതുകൊണ്ട് ശ്രീലങ്ക ചുറ്റി വേണം കടലെല്ലാം മറ്റേ ബേ ഓഫ് ബംഗാളിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് പോകാനായിട്ട്, ഇങ്ങോട്ട് വരാനായിട്ട് അല്ലേ. ചൈനയിൽ നിന്നുള്ള കപ്പലുകളൊക്കെ ഈ പറഞ്ഞ ദുബായ്, ബാക്കിയുള്ള GCC രാജ്യങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ഇറാനിലേക്കും UK-ലേക്കും യൂറോപ്പിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ വഴി വേണം പോകാനായിട്ട്. അപ്പോൾ ഇവർക്ക് ഏറ്റവും ആക്സസിബിലിറ്റി ഫ്യൂൽ ചെയ്യാനും ബാക്കിയുള്ള സംഭവത്തിനൊക്കെ ഈ പോർട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ആ രാമസേതു എന്നുള്ള സംഭവം അവിടെ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശ്രീലങ്ക ചുറ്റാതെ നമ്മുടെ തൂത്തുക്കുടി വിഴിഞ്ഞം വഴി കയറി പോകായിരുന്നു. ദൂരെ കുറവുണ്ടായിരുന്നു അവർക്ക്, നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ആയേനെ. ശ്രീലങ്കയ്ക്ക് ഈ പോർട്ട് ഒത്തിരി ബെനിഫിറ്റ് ആവുന്നത് രാമസേതു എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉള്ളത് കൊണ്ടാണ്. അത് ശരിക്കും ഒരു റിലീജിയസ് ഒരു സംഭവം അതിനകത്ത് ഉള്ളത് കൊണ്ടാണ്. പണ്ട് ശരിക്കും അവിടെ പാലം പണിയണം എന്നൊക്കെ പറഞ്ഞ കുറെ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ത്യയുടെ സ്ഥാനത്ത് ചൈന ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ശ്രീലങ്കയുമായിട്ട് കണക്ട് ചെയ്ത് പാലം പണിതേനെ, ഈസി ആയിട്ടും പണിതേനെ. നമ്മൾ ഇന്ത്യ ആയതുകൊണ്ടും ഈ പറഞ്ഞ പോലെ രാമസേതു എന്നുള്ളത് നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സംഭവം ആയതുകൊണ്ടും നമുക്ക് അവിടെ പാലം പണിയാനായിട്ട് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചെയ്യാനായിട്ട് സമ്മതിക്കത്തുമില്ല. ഇനി അഥവാ ചെയ്യാനാണെങ്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഒബ്ജക്ഷൻസും വരും. ശരിക്കും അങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശ്രീലങ്കയെ നമ്മൾക്ക് ഇന്ത്യനോട് ചേർത്ത് നിർത്താനും ശ്രീലങ്കയും ഇന്ത്യയുമായിട്ടുള്ള ടൂറിസം ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്. പക്ഷേ നമുക്കും ബെനിഫിറ്റ് ആവും, പക്ഷെ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആകാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വിദേശ ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നതിന്റെ 10 ഇരട്ടി എന്നല്ല 100 ഇരട്ടി വിദേശ ടൂറിസ്റ്റുകൾ ശ്രീലങ്കയിൽ വരുന്നുണ്ട്. പാലം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കണക്ടിവിറ്റി ചെയ്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒത്തിരി ഉപകാരം രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു പാലം ഇവിടെ വരിക എന്നുള്ളത് ശരിക്കും കുറെ നാൾ പണ്ടൊക്കെ ഇവിടെ ചർച്ചകളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ പിന്നീട് അതൊന്നും കേട്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ വരുമായിരിക്കും. അതൊക്കെ രാമസേതു അവിടെ നിൽക്കട്ടെ, അതിന്റെ അപ്പുറത്ത് മാറ്റി പണിയാലോ, വേറെ ഉണ്ടാക്കാമല്ലോ. അതില് പണ്ടത്തെ മക്കയാണോ ഇന്നത്തെ മക്ക? അത്രയും ഡെവലപ്പ് ചെയ്തില്ലേ? ഞാൻ പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല, എന്നെ കേട്ടത്തില്ലല്ലോ. ഭയങ്കര മാറ്റങ്ങളാണ്. ഓക്കെ, അത്രയും ഡെവലപ്ഡാ. ഓക്കെ, അത്രയും സൗകര്യങ്ങള്. ആ ഒരു പുണ്യസ്ഥലം അത്രയും നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നു. അതേപോലെ തന്നെ ആ പുണ്യസ്ഥലം നല്ല നീറ്റായിട്ടും ടൂറിസം വരിക, അല്ലെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർ വരിക. ഇപ്പൊ ശബരിമലയിലും കുറെ കാര്യങ്ങൾ വന്നല്ലോ. അതെ, അതേപോലെ ചെയ്തു കൊടുക്കും. സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒന്ന് ആലോചിച്ചേക്ക്, നമുക്ക് പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിൽ നിന്നൊക്കെ നമുക്ക് കേരളത്തിൽ നിന്ന് എനിക്ക് ഒരു 10 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ശ്രീലങ്ക എത്താൻ പറ്റും മാക്സിമം. നമുക്ക് അത്ര ഈസി ആയിട്ട് വരാൻ പറ്റും. അത് ട്രേഡിങ്ങും ടൂറിസവും എല്ലാം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്ന ഒരു സംഭവമാണ്. അതെ, കാണാൻ പറ്റില്ല എല്ലാവർക്കും. ആ ഏരിയ കൂടെ കാണാൻ പറ്റും. അതെ, ഇതിപ്പോ നമുക്ക് കാണാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ, അതും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒത്തിരി ഉപകാരങ്ങളുണ്ട്. അമ്പത്തോട്ട കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ മിർസി, അതേപോലെ തന്നെ ഗോള്, മതര എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള റൂട്ടിലാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇപ്പോൾ നല്ല തിരക്കുള്ള ഒരു തീരദേശ പാതയായി. വീടുകളും കടകളും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ല തിരക്കുള്ള ഒരു തീരദേശ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിന് പാരലായിട്ട് ഇവർക്ക് കൊളംബോയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയും ഉണ്ട്. നമ്മൾ പോകുന്നത് സാധാരണ വഴിയിലൂടെ, നോ എക്സ്പ്രസ് ഹൈവേ. ഗൈസ്, ഇവിടെയും മറ്റേ പോലീസുകാർ റോഡിലുണ്ടെങ്കിൽ ലൈറ്റ് അടിച്ച് കാണിക്കുന്ന ശീലം ആളുകൾക്കുണ്ട്. ഇപ്പം മുമ്പേ പോയപ്പോഴത്തേക്കും 2 വണ്ടി ലൈറ്റ് അടിച്ച് കാണിച്ച്. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് സ്പീഡ് കുറച്ച്. അപ്പം മുമ്പേ നോക്കിയപ്പോഴത്തേക്കിനും മുമ്പിൽ മറ്റേ സ്പീഡ് ചെക്കിങ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ സ്പീഡ് ചെക്കിങ് പോലീസുകാർ നിൽക്കും, പക്ഷേ ഇവർ കയ്യിലൊരു ഹാൻഡിൽഡ് ഡിവൈസ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് സ്പീഡ് ചെക്കിങ്ങിന് വേണ്ടി. ഓട്ടോയ്ക്ക് 40 കിലോമീറ്റർ ആണല്ലോ സ്പീഡ് ലിമിറ്റ്, പക്ഷേ ഈ നല്ല ഹൈവേയിലൂടെ ഇവനൊരു 50, 55, 60 വരെയൊക്കെ ഈസി ആയിട്ട് പോകും. നമ്മൾ അറിയാല. 30? ആ ശരി, ഇനി അങ്ങനായി. 30 അങ്ങി 30 സമ്മതിച്ച്. ഞങ്ങളിപ്പോൾ ഇന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 70-80 കിലോമീറ്റർ കഴിഞ്ഞു. ഇന്ന് പ്രത്യേകിച്ച് ഇതുവരെ നമുക്ക് കാര്യമായിട്ടുള്ള കാഴ്ചകളോ അനുഭവങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, എക്സെപ്റ്റ് ദ ആന. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു സീ സൈഡ് എത്തിക്കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ കാണാനുള്ളതെന്നാണ് തോന്നുന്നത്. ഇന്ന് ഭയങ്കര ബോറടിയല്ലേ? കുന്നും മലയൊക്കെ ആയിരുന്ന കൊള്ളായിരുന്നു. ഇത് കുന്നും മലയില്ലാതെ പരന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്കിനും ലക്ഷി എന്തെങ്കിലും കിട്ടും. ക്ലിയോപാട്ര വരുന്നത് കണ്ടോ? ക്ലിയോപാട്ര ഇത് എന്ത് ബസ്സാന്ന് നോക്കിയത്. എൻ്റെ പൊന്നെ, കളർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത്രയും കളർഫുൾ വണ്ടികൾ വേറെ എവിടെയും കാണാൻ കിട്ടൂല, നമ്മളെ നാട്ടിൽ പോലും ഇല്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി കടൽ തീരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കോസ്റ്റൽ റോഡായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റലിൽ നിന്ന് കുറച്ച് മാറിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കോസ്റ്റൽ സൈഡിലേക്ക് എത്തി. ചെറുബായ്, അവിടെ കുറേ ബിക്കിനികൾ. അങ്ങനെ കാണുന്ന കാഴ്ചകൾ പറയുക എന്നുള്ളതാണ് ഒരു വ്ളോഗർ ചെയ്യേണ്ട കാര്യം. നമ്മളിന്ന് സീ ഫുഡ് കഴിച്ചാലോ എന്നുള്ള. ബ്രോ, അവിടെ ഭയങ്കര സെറ്റപ്പാണ്. അവിടെ
നോക്കിയേ എന്താണ് പൊറോട്ടയാ പൊറോട്ടയാ ഹോട്ടൽ സമാൻസ് ആൻഡ് ബാർ. ഇത് അടിപൊളി സ്ഥലമല്ലോ എൻ്റെ ദൈവമേ. അതായത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ കുറേ ഇവിടെ ഇന്നത്തൊക്കെ കടലിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ബീച്ച് സൈഡിലുള്ള കുറച്ച് റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെയാണ്. നൈസ് ആംബിയൻസ് ആണല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. ബൈ ഇവിടെ കയറാം. So he said he will take care of our luggage. So he is responsible if he lost something. Yeah. എന്തായാലും ഞാൻ എൻ്റെ ഈ ബാഗ് എടുത്തേക്കാം. നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളുള്ള ബാഗൊക്കെ എടുത്തോ. പാസ്പോർട്ട് അതാണ് സാധനം വേണ്ടത്. എൻ്റെ ബാഗിനകത്ത് പൊട്ടിയ ഡ്രോണ്, പിന്നെ ബാക്കി സാധനങ്ങളുടെ പാസ്പോർട്ട്, ബാക്കി ഓട്ടമുള്ള ഷെഡികൾ. എൻ്റെ ഷഡ്ഡി ഓട്ടമുള്ള ഷഡ്ഡി ഞാൻ ഇടാറില്ല. എൻ്റെ എല്ലാം ഫ്രഷ് ഷഡ്ഡിയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ തട്ടുകട മാറ്റി പിടിച്ചു. ഇന്ന് നമ്മൾ തട്ടുകട മാറ്റി ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കിട്ടുന്ന സ്ഥലമാണല്ലോ. ഇവിടെ ബീച്ചുണ്ട്, പിന്നെ സൺ ബേത്തിങ് ചെയ്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. ഓ വാവ്, സൈർബായി വെള്ളത്തിൻ്റെ കളർ നോക്ക്. സൈർബായി ഇങ്ങോട്ടേക്ക് മാറിയപ്പോഴത്തേക്കിനും അടിപൊളി മോനെ, അടിപൊളി, നല്ല കിടിലം വൈബ്. സോ വി സിറ്റ് ഹിയർ. അടിപൊളി. White mullet. This 1 kilo? One lobster. Yeah. One lobster, how much? Only 8,000. 8,000. Okay, this okay. one. And this how much? This how much? This is 15,000 salad same price and So how do you prepare it? white mullet name. It's a grill and deep fried coconut style too. എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഫുഡിന് എങ്ങനെ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല, പക്ഷേ എന്നാലും ആംബിയൻസ് ഈസ് റിയലി ഗുഡ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് കത്തിയാണ്. ഈ ഒരു ആംബിയൻസിനാണല്ലോ യു ആർ പേയിങ് ഫോർ ഇറ്റ്. ഇതാണ് ഭക്ഷണം. നമ്മൾ വാങ്ങിച്ച ഫിഷ് ഒരു ഗ്രില്ല് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട്. കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, കഴിച്ചു നോക്കണം. അതിൻ്റെ കൂടുതൽ കുറച്ച് പച്ചക്കറിയും ഫ്രഞ്ച് ഫ്രൈസും ചോറും പിന്നെ എക്സ്ട്രാ ഒരു ഫിഷ് കറിയും കൂടെ വാങ്ങിച്ചായിരുന്നു. അത് ഇവരുടെ ടൈപ്പ് ഫിഷ് കറിയാണ്. സോ ദിസ് ഈസ് അവർ ഫുഡ്. നമ്മളെ കാണിച്ച ഫിഷ് തന്നെ കേട്ടോ. നൈസ്. ആൻഡ് ലുക്ക് അറ്റ് ദ ആംബിയൻസ്. നൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല സ്ഥലമായിരുന്നു. ഫുഡ് അത്ര കൊള്ളൂലായിരുന്നു. അവൻ ചോറും കറിയും കൊള്ളായിരുന്നു. ബൈ ഭയങ്കര ആംബിയൻസ്. നല്ല ബില്ലും തന്നു. അതെ, നല്ല ബില്ലും തന്നു. കിടിലൻ സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക്. ആ ഒരു ഏരിയ കാണാനായിട്ട് ആ കടലിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഫീലായിരുന്നു. നമ്മുടെ സാമാനങ്ങളെല്ലാം വണ്ടിയിലുണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനിയിപ്പം നിറവയറോടുകൂടി വണ്ടി ഓടിക്കണം. ഐ വിൽ ഫീൽ സ്ലീപ്പി. ഞാൻ ഉറങ്ങി വണ്ടി ഓടിച്ചാലോ ഇനി? സർവേ അപ്പുറത്തത് ഒരു 3-4 പേര് ഫോർച്യൂണറിൽ ട്രിപ്പ് അടിക്കുന്നു. അല്ല, നമ്മൾ വെറൈറ്റി പിടിക്കുകയല്ലേ ഓട്ടോ എടുത്തിട്ട്. നമ്മളിങ്ങനെ ഒരു പക്ക ലോക്കൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട് സോഫാർ? നിങ്ങൾ പറ. അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ ആക്ച്വലി സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർത്തിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കിനും ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ സൂര്യൻ ഇങ്ങനെ ഉച്ചയിലോട്ട് ഇങ്ങനെ തിളഞ്ഞിരിക്കും. അതാണ് പ്രശ്നം. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫുള്ള് ദേഹത്തും കാലയിലും കയ്യിലും എല്ലാം വെയിലടിച്ച് അയ്യോ രക്ഷയില്ല, അടപ്പ് ഇറക്കും. സൺസ്ക്രീനൊക്കെ തേച്ചിട്ടോണ്ടായിരുന്നു ഓടിക്കാൻ. ഗൈസ്, വീണ്ടും കടൽ. ഇവിടെ ആക്ച്വലി സംഭവം അറിയോ മോനെ, ഇത് നോക്കി വെയിൽ കണ്ടോ? വെയിൽ. ഇവിടെ ഒന്നും ആളുകൾ ബീച്ചിൽ കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിസോർട്ടുകളും പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കിനും നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സൂര്യൻ്റെ എന്താ പറയുക വായിക്കാത്തോടാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ആ രീതിയിലാണ് അവസ്ഥ. നമ്മളിപ്പോൾ ഏകദേശം ഒരു മത്തേറ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം എത്താറായി. ഇതുവരെ ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ ഡബിൾ ബ്ലാക്ക് ആണ്. ഇതുവരെ നമ്മൾ ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ ഡബിൾ ബ്ലാക്ക് ആണ്. അതാണ് സത്യം. അത്ര സൈഡിൽ കൂടെയുള്ള കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ബസ്സൊക്കെ എങ്ങനെയുണ്ട് ബീച്ചിൻ്റെ സൈഡിലിട്ടിരിക്കുന്ന കാണാം. പിന്നെ ബീച്ചിൽ ഭയങ്കര വെയിലാണെന്നേ, മൊത്തത്തിൽ വെയിലാണ്, പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, അതുപോലെ വെയിലാണ്. ഭയങ്കര ചൂട്. ഈ മാത്ര എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര വലിയ സിറ്റി ആണെന്ന് തോന്നുന്നു. ട്രാഫിക് ഒരു രക്ഷയില്ല, ഭയങ്കര ട്രാഫിക്. സത്യം പറഞ്ഞാൽ കുന്നും മലയിലൊക്കെ ഓടിച്ചാൽ മതിയായിരുന്നു. ഈ ഇവിടെ ബീച്ച് സൈഡിൽ വന്നിട്ട് അലമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഫുൾ ചൂട്, രക്ഷയില്ല. പാൻറ് സെറ്റ്
എന്തോ പരിപാടിയാ ഇതെന്താ സംഭവം? പിള്ളേര് സ്കേറ്റിങ്, ഘോഷയാത്രയാണ്, എന്താ പരിപാടി നടന്നില്ല, എന്തോ ഒരു പരിപാടിയാണ്, എന്തോ അറിയില്ല. എന്റെ ദൈവമേ, നമ്മുടെ സൈഡിലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ബ്ലോക്കിൽ പെട്ട് ഒരു പരുവായനെ. ഇത് പക്ഷെ ഇത് പുറത്താട്ടോ, ഇറങ്ങി നമുക്ക് വീഡിയോ എടുത്താലോ. പക്ഷെ ഇത് കുറെ ഉണ്ട്, ഭയങ്കര ചൂട്. ഈ ചൂടത്ത് ഈ പിള്ളേരടക്കം ആൾക്കാരെ മൊത്തം സ്റ്റുഡൻസ് ആണോ? എന്താ കുട്ടികളാ മൊത്തം? എന്തോ പരിപാടി? നീ ശിശുദിനം വല്ലതും ആണോ? പക്ഷെ ഇവിടെ ഇത്രയും വലിയ പരിപാടി നടന്നിട്ടും ഇവിടെ കാര്യമായിട്ടുള്ള ബ്ലോക്കോ പരിപാടികളോ സംഭവങ്ങളോ അലമ്പോ ഒന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ മാത്ര ഔട്ടറിലുള്ള സിറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു ബീച്ച് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകളും, അതായത് വലിയ വലിയ റിസോർട്ടുകളെക്കാട്ടി കൂടുതൽ ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ കണ്ടു. ഇതൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളാണ്. ഇവിടെയൊക്കെ ഒരു 1000 രൂപ 2000 രൂപ, അതായത് ഇവിടുത്തെ, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയാണെങ്കിൽ ഒരു 300 രൂപ 500 രൂപയ്ക്കൊക്കെ ഇവിടെയൊക്കെ റൂം കിട്ടും പല സ്ഥലത്തും. അത്രയും ചീപ്പായിട്ട് റൂം കിട്ടുന്ന നല്ല കിടുക്കാച്ച ഒരു സ്ഥലം. ഇതുപോലത്തെ സ്ഥലങ്ങളിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. കൊളംബോ നാളെ പോകാം. അപ്പൊ ഫ്ലൈറ്റ് അതും കിട്ടണം, അതും കിട്ടണം, എല്ലാം വേണമല്ലേ? അതും മാലപ്പം കിടക്കും വേണം, പലപ്പം പോകുവാണ്. അത് ശരി, എല്ലാം കൂടെ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാ പരിപാടി? ഈ കാണുന്ന ഡോക്ടേഴ്സ് ഹൗസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ഒരു കഫേയാണ്. ഞാൻ എൻ്റെ കുറച്ച് ഫോളോവേഴ്സ് ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടായിരുന്നു. ഞങ്ങളിപ്പോൾ അതിൻ്റെ മുമ്പിലാണുള്ളത്. പക്ഷേ വി ആർ ആക്ച്വലി ഫുൾ. നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള മൂഡ് നെഹിഹേ. പിന്നെ ഈ പറഞ്ഞ പോലെ അകത്ത് കയറിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മുമ്പിലൊരു ഫ്ലീ മാർക്കറ്റ് പോലെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇത് ഇവിടെ കടലിൽ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ബിക്കിനിയൊക്കെ ഇട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെയൊക്കെ കടലിൽ കുറേ പേര് കുളിക്കുന്നത്. ഇവിടെ മൊത്തം ഫോറിനേഴ്സാണ്, ഈ ഭാഗത്ത് മൊത്തം ഫോറിനേഴ്സാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ ഓലപ്പുര പോലത്തെ സാധനത്തിൻ്റെ അടിയിലൊക്കെ ആൾക്കാർ കിടക്കുകയാണ്. പിന്നെ കുറേ സ്കൂബ ഡൈവിങ് ഏരിയാസ് ഉണ്ട്, പാഡി സർട്ടിഫൈഡ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. സോ ദിസ് ഇസ് അവർ ടുക് ആൻഡ് ഇതെന്താ സംഭവം? ഈ സ്ഥലത്ത് എന്താ ഇത്ര പ്രത്യേകത ഞാൻ നോക്കട്ടെ. ഇതൊരു ബ്രഞ്ച് കോക്ടെയിൽ ബാർ അങ്ങനത്തെ സെറ്റപ്പാട്ടോ ഇവിടെ. നൈസ്, അടിപൊളി. അങ്ങനെ ഫൈനലി മാത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുക്കാൻ തീരുമാനിച്ച്. നമ്മൾ നേരത്തെ കണ്ട ആ ബീച്ച് ക്ലബ്ബും പിന്നെ ആ കഫേയൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ അടുത്താണ്. അവിടെ നിന്ന് റൂം എടുക്കാൻ തീരുമാനിച്ച്. ഇത് ഇവിടെ ബീച്ചിൻ്റെ നേരെ കാണുന്ന ബീച്ചാണ്. ആ ബീച്ചിൻ്റെ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്ലേസ് ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ റൂം എടുത്ത് 15,000 ശ്രീലങ്കൻ രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മുറി. ഇത് ബീച്ച് ഫേസിങ് ആയിട്ടുള്ള ഒരു മുറിയാണ്. ഇതിന് ഏകദേശം 4,500 രൂപ നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കിനും ലൈക്ക് ഇവിടെ മൊത്തം എല്ലായിടത്തും ബീച്ചാണല്ലോ. സോ ആ ബീച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറത്ത് ആ ഭാഗത്ത് അവിടെ വന്നിട്ട് ബീച്ച് ക്ലബ്ബുകളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. നൈസ് അല്ലേ? നല്ലൊരു കിഡിലൻ ബാൽക്കണി. ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ അപ്പുറത്ത് നോക്കുമ്പോൾ കണ്ടോ അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. അതായത് അതവിടെ പാർട്ടി നടക്കുകയാണ്. അവിടെ എന്തോ ഒരു സംഭവം നടക്കുകയാണ്. അങ്ങോട്ട് പോകണം. സൈർബൈദ ഇവിടെ മതിയായി പാവം കിടന്നുറങ്ങുന്നുണ്ട്. ഓ മാൻ, കിഡിലൻ ആംബിയൻസ് മാൻ. ഇത് നോക്ക്, കാണുന്ന 7 റോസ് ബീച്ച് വില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്നത് ഇവിടുത്തെ ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റുന്നൊന്നുമില്ല, കടലാണ്. പിന്നെ ഇവിടെ തൊട്ടിപ്പുറത്ത് ഇവിടെ രാത്രിയിൽ ഇതൊരു നൈറ്റ് ക്ലബ്ബാണ്. ഇവിടെ ഫുൾ വൈബായിരിക്കും. അതായത് ഇവിടെ ഉള്ള ടൂറിസ്റ്റുകളും ബാക്ക് പാക്കേഴ്സും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ടാവും. ഇത് ശരിക്കും ഒരു ബാക്ക് പാക്കേഴ്സ് ഡെസ്റ്റിനേഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഡോക്ടേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ 1-2 ഫോളോവേഴ്സാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വരണം ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് കയറാൻ 2,000 രൂപ എൻട്രൻസ് വേണമെന്ന്, എന്ന് പറയുമ്പോൾ ഏകദേശം 600 രൂപ എൻട്രൻസ് വേണമെന്ന്. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഒരു 9 മണിയായി, കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ വൈബാവും. പല പല കളികൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ആൾക്കാർ കളിക്കുന്നുണ്ട്. പകിട കളി. സർവേ കളിക്കോ? നമുക്ക് കളിച്ചാലോ? കളിക്കാം. അങ്ങനത്തെ പല പരിപാടികളുണ്ട്. ഞാൻ ഒരു ബിയർ വാങ്ങിച്ചു ഗൈസ്. ഇവിടെ അകത്തല്ല സായിപ്പ് മദാമയൊക്കെയാണ്, കണ്ടില്ലേ? നോക്കി എല്ലാവരും വൻ വൈബാണ് ഇവിടെ, കണ്ട പൊളി വൈബാണ്. ഈ ഇതിനകത്ത് നിൽക്കുന്ന വെള്ളക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഈ ഇവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഹോളിഡേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യും, അതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ് പരിപാടി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത്
ഇവിടെ വെള്ളക്കാരൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നമുക്ക് പാടല്ലേ. ഇവിടെ DJ, ഫുൾ വൈബ്, പാർട്ടി പരിപാടികൾ, ഡാൻസ്, അങ്ങനെ മൊത്തത്തിൽ നല്ല വൈബാട്ടോ. എല്ലായിടത്തും നല്ല കഞ്ചാവിന്റെ മണമുണ്ട്. എല്ലാവരും പുകയ്ക്കുവാണെന്ന് തോന്നുന്നു. ഫുൾ പുകയാണ് കേസ് ഇവിടെ. ഇതിവിടെ പല പല കൗണ്ടറുകളുണ്ട്. ഇത് രാത്രി ഒരു 12 മണി 1 മണി വരെയൊക്കെ ഇങ്ങനെ ഇവിടെ പോകും. നാലുച്ചയ്ക്ക് ഒരു ബീച്ചുള്ള ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഡോക്ടേഴ്സ് ഹൗസ്. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നതും ഈ പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്യുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട്. ഞാൻ കഴിഞ്ഞ ഒരു 2-3 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്തോരം ആൾക്കാരാണ്, ഏതൊക്കെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണെന്ന് അറിയാമോ, ഇൻക്ലൂഡിങ് മലയാളീസ് ഞാൻ ഇവിടെ കണ്ടത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ഒരു സ്ഥലം എത്ര സ്ഥലത്തുണ്ട്? ഇതുപോലത്തെ ഒരു ഏരിയ എത്ര ഫോറിനേഴ്സ് ഇവിടെ വരുന്നു? നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ഒരു ഏരിയ എവിടെയുണ്ട്? എത്ര ഉണ്ട്? ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ വിദേശികൾ കൂടുതലായിട്ട് വരുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പുറത്തെ രാത്രിത്തെ വൈബ് നോക്കി, എന്താണ് അവസ്ഥ നോക്ക്. അകത്തൊക്കെ ഇപ്പോഴും ആൾക്കാർ അകത്ത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അകത്ത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ 600 രൂപ കൊടുത്തിട്ടുണ്ട് അകത്ത് കയറാനായിട്ട്. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. 600 രൂപ കൊടുത്തിട്ടുള്ള അകത്ത് കയറാൻ. അതായത് ഇവിടുത്തെ 2000 രൂപ അവർ വാങ്ങിക്കുന്നുണ്ട് അകത്ത് കയറാനായിട്ട്. ഇവരൊക്കെ അകത്ത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരാ. ഇവിടുത്തെ രാത്രിയിലത്തെ തിരക്ക് നോക്കി, എന്തല്ലേ. നമ്മുടെ നാട്ടിലൊക്കെയാണ് പോലീസുകാരൊക്കെ വന്ന് എല്ലാത്തിനും ഓടിക്കും 10 മണി കഴിയുമ്പോഴത്തേക്കിനും. ശരിക്കും ഇങ്ങനെയുള്ള നൈറ്റ് ക്ലബ്ബുകളും സംഭവങ്ങളൊക്കെ വേണം. എന്നാൽ മാത്രമേ ഒരു നാട്ടിൽ നല്ല രീതിയിലുള്ള ടൂറിസം ഡെവലപ്പ് ആവുള്ളൂ. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നവരിൽ ബാക്ക് പാക്കേഴ്സ് ഉണ്ട്, അല്ലാതെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാവലേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നറിയോ ഈ ഒരു ഒറ്റ സ്ഥലത്ത്. ഈ ഒരു ബീച്ച് സൈഡിലെ ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയുമായിട്ടാണ്. നിങ്ങൾക്കത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ട്. വാവ്, കടൽ കയറി വന്നിട്ടുണ്ട് രാത്രി ആയപ്പോഴത്തേക്കും. നോക്കിയേ, അങ്ങ് ദൂരെ തിരയടിക്കുന്നുണ്ടോ നോക്കി. സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആണ്. നമുക്ക് ആകാശത്ത് നക്ഷത്രങ്ങൾ ധാരാളം കാണാം. സോ ദാറ്റ് ഈസ് അവർ റൂം. ലെറ്റ്സ് ഗോ.